ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 5 വർഷം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവൻ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇത് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ? 5 വർഷം കഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ള ലൈഫ് മുഴുവൻ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മളുടെ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടധികം വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫ്രണ്ട്സിനെ കാണിക്കും. എന്നിട്ട് ഇവർ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വലിയ രീതിയിൽ ഗ്രോ ആയി അങ്ങനെ അവർ വലിയൊരു റിട്ടേൺസ് ലഭിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. ഇങ്ങനെയുള്ള മെയിൻ വീഡിയോസിലൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്, അല്ലെങ്കിൽ SIP ആയിരിക്കും. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണ് എന്നതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ യങ് ഏജിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ റിട്ടേൺസ് ഉണ്ടാക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത്. സോ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന സമയത്ത് സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഇത്രയും കാലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട്സിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ഞാൻ എൻ്റെ എത്രയോ സമയമാണ് വെറുതെ വേസ്റ്റ് ചെയ്തത്, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ ഈ വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഈ വീഡിയോസിലൊക്കെ ഇവർ കൊടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും കോമ്പൗണ്ടിങ് വഴി ഒരുപാട് എമൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് പോയിന്റ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് കൂടിയുണ്ട്. ശരിക്കും ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് മാത്രം റിച്ച് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ്, സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് അതിലൂടെയൊക്കെ റിച്ച് ആയിട്ട് അവർ ആ ഒരു റിച്ച്നെസ് അനുഭവിക്കുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് ആ ഒരു പ്രായത്തിലായിരിക്കും അവർ ഒരു ക്രോർപതിയൊക്കെ ആയിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള മിക്ക വീഡിയോസിലും ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം റൈസ് ആയിട്ടുള്ള റിട്ടേൺസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഒരു 15 to 70% ആ ഒരു രീതിയിലൊക്കെ. എന്നാൽ ശരിക്കും കമ്പനി ഗ്രോത്തിലേക്ക് മാത്രമല്ലാതെ ലോസിലേക്ക് പോകാനുള്ള ചാൻസും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരു വലിയൊരു മാർക്കറ്റ് ക്രാഷ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഇത്ര പെർസെൻറ്റേജ് തരാതെ ഒരു സമയത്ത് അത് കുറച്ചാണ് തരുന്നതെങ്കിലോ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ വീഡിയോസിലൊന്നും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചോ SIP കുറിച്ചോ ഒന്നും മോശമായിട്ടല്ല പറയുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പം നമ്മളുടെ തന്നെ പല വീഡിയോസിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രോഫിറ്റിനെ ഫേസ് ചെയ്യുന്നത് പോലെ തന്നെ ലോസിനെയും ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഇത് പ്രോഫിറ്റിലേക്ക് മാത്രമാണ് പോകുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചോ ഒന്നും നെഗറ്റീവായിട്ട് പറയുകയോ അതിൻ്റെ ഡാർക്ക് സൈഡ് പറയുകയോ അല്ല ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ സക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അത്ര തന്നെ ഐഡിയ ഉണ്ടാകില്ല. നമ്മളുടെ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ നമുക്ക് തടയായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒബ്സ്റ്റക്കിൾസ് ആണ്. ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 5 years ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല നമ്മൾ പറയാൻ പോകുന്നത്, 5 years ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മളുടെ വരുന്ന 5 വർഷത്തേക്കുള്ള ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചലഞ്ചസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് തിയറീസ് മാത്രമല്ല പറയുന്നത്, ഇത്തരത്തിലെ ചലഞ്ചസിനെ ഫേസ് ചെയ്ത് ലൈഫിൽ വിജയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു എക്സാമ്പിൾസ് ഒന്നും സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ബേസ് ചെയ്തിട്ടുള്ളതല്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മുഴുവനായിട്ടും കൃത്യമായിട്ടും കാണുക. നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കാത്ത ഫസ്റ്റത്തെ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് അരോഗൻസ് അഥവാ അഹങ്കാരം ആണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നിങ്ങളൊരു വലിയ ഡിഗ്രി ഒക്കെ മേടിച്ചു, വലിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനും നല്ല രീതിയിൽ സമ്പാദിക്കാനും ഒക്കെ നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് എവിടെയും തന്നെ ജോലി ലഭിക്കാത്തൊരവസ്ഥയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഒരുപാട് സ്ഥലത്ത് ജോലിക്കൊക്കെ പോയി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തരുന്നത്. അതായത് അവൻ പറയുന്നു, ഞാൻ നിനക്കൊരു സജഷൻ തരാം, ഹോസ്റ്റലിൽ നീ ഉണ്ടായിരുന്ന സമയത്ത് നീ നല്ല ചായയൊക്കെ വെക്കുന്നുണ്ടായിരുന്നല്ലോ, നിനക്ക് എന്തുകൊണ്ട് ഒരു ചായക്കട ഇട്ടൂടാ? നീ അങ്ങനെ ഒരു ചായക്കട ഇടുകയാണെങ്കിൽ നിന്റെ ചായക്ക് നല്ല ഫാൻ ബേസ് വരും. ഇങ്ങനെയൊക്കെ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും? നമ്മുടെ അടുത്ത
പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ കോളേജിൽ ഡിഗ്രി പഠിച്ചിട്ട് ഞാൻ പിന്നെ ചായക്കട തുടങ്ങാൻ പോകുമോ എന്ന് ചോദിച്ച് നമ്മളെല്ലാവരും ദേഷ്യപ്പെടുന്നുണ്ടാവും. എന്നാൽ ഞാനിപ്പോൾ ആരുടെ കഥയാണോ റെഫറൻസ് ആയി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്, അവര് ഈ ഒരു കാര്യത്തെ അങ്ങനെ ആയിരുന്നില്ല എടുത്തത്. ആ ഒരു വ്യക്തി ആ ഒരു ചായക്കട ആരംഭിച്ചു. അങ്ങനെ അയാളുടെ ഫ്രണ്ട് എന്താണോ പറഞ്ഞത് അതുപോലെ എല്ലാവർക്കും അയാളുടെ ചായ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ ചായക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാവാൻ തുടങ്ങി. അദ്ദേഹം ഏത് ലെവലിൽ സക്സസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് 5 ഔട്ട്ലെറ്റ്സ് ആണ് അയാൾ ഓപ്പൺ ചെയ്തത്. ഇന്ന് ഈ ഒരു ടീ ഷോപ്പിന്റെ ബിസിനസ് കാരണം തന്നെ അദ്ദേഹം മന്ത്ലി ഒരു 7 to 10 lakhs ഏൺ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നാഷ ചായയുടെ ഫൗണ്ടർ ആയിട്ടുള്ള നാസിം അലിയെ കുറിച്ചാണ്. നെക്സ്റ്റ് പ്രഫുൽ ബിലോറെ, MBA ചായ്വാല. അവരുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 30 crores ആണ്. സാഗർ ദര്യാണി, വാവ് മോമോസിന്റെ ഫൗണ്ടർ. ഇദ്ദേഹത്തിന്റെ ആനുവൽ ടേൺ ഓവർ കേട്ടാൽ നിങ്ങൾ ഞെട്ടും, 450 crores. ഇവരെല്ലാവരും റോഡ് സൈഡിൽ ഒരു ചെറിയ കടയായിട്ട് ആരംഭിച്ച വ്യക്തികളാണ്. ഇന്ന് ഈ ബിസിനസ് അവർക്ക് ക്രോർസ് ഏൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇവര് അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തു. അവർ ചെയ്ത ജോലിയിൽ അവർ വിശ്വസിച്ച് മുന്നോട്ട് പോയി. അല്ലാതെ അതൊരു മോശം ജോലിയാണെന്നോ ആ രീതിയിലുള്ള ചിന്തകളൊന്നും അവരുടെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ടൈം വേസ്റ്റ് ആയല്ലോന്നോ ഇത്രയും നാൾ ഡിഗ്രി പഠിച്ചിട്ട് എനിക്കിപ്പോൾ ചായക്കട തുടങ്ങണമല്ലോന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ യാതൊരു തരത്തിലുള്ള അരഗൻസും ഇല്ലാതെ അവരുടെ ജോലി അവർ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഈ അരഗൻസ് ആണ് ശരിക്കും നമ്മളുടെ വിജയത്തിലേക്കുള്ള പാതയിൽ നമ്മളെ തടഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സ്റ്റക്കിൾ. സോ ചെറിയ സമയത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അഹങ്കാരങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒബ്സ്റ്റക്കിൾ മടി അഥവാ ലേസിനെസ് ആണ്. ക്യാരിമി ഒരു സെമിനാറിന്റെ നടുവിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് നിന്നും ഒരു കോൾ വരികയാണ്. കോൾ എടുത്ത സമയത്ത് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വ്യക്തി പറയുന്നത്, സാർ എൻ്റെ പേര് ഡേവിഡ് എന്നാണ്, ഞാനൊരു ടോയ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഷോപ്പിൽ കച്ചവടം നടക്കുന്നുണ്ട്. എന്നാൽ കുറേ നാളുകളായിട്ട് ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റെക്കായിരിക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ ചെയ്യുന്നു. അതായത് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാതെ ഞാനിങ്ങനെ സ്റ്റെക്കായി പോയിരിക്കുകയാണ്. എൻ്റെ ഏണിങ്സ് ഒക്കെ ഇനി കൂട്ടാൻ വേണ്ടിയിട്ട് സാറ് കുറച്ച് മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരാമോ? അദ്ദേഹം അപ്പോൾ ഇയാൾക്ക് കുറച്ച് മാർക്കറ്റിംഗ് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു 5 ദിവസം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എൻ്റെ അടുത്തൊന്ന് പറയണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ ടോയ് ഷോപ്പിന്റെ ഓണർ ആയിട്ടുള്ള ഡേവിഡ് എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ആ കാര്യങ്ങളൊക്കെ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തന്നെ 3 ദിവസമെങ്കിലും എടുക്കുമെന്നുള്ളത്. എന്നാൽ ഷോക്കിംഗ് ആയിട്ട് ഡേവിഡിന്റെ കോള് ഇദ്ദേഹത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ വന്നു. അങ്ങനെ ഇദ്ദേഹം സന്തോഷത്തോടു കൂടി കോൾ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഡേവിഡ് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. സാർ, നിങ്ങൾ പറഞ്ഞ ടിപ്സ് എല്ലാം അടിപൊളിയാണ്, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു. സോ എനിക്കിപ്പം നല്ല രീതിയിൽ സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇത്ര പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന്. അപ്പോൾ ഡേവിഡ് പറഞ്ഞു, സാർ, ഞാനന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് കോൾ വെച്ച ഉടനെ തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പണികളെല്ലാം ആരംഭിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഫോക്കസും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ടിപ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായി. ഇദ്ദേഹം എന്നിട്ട് ഇപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ശരിക്കും ഡേവിഡിനെ പോലെ ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ടിപ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, ഞാനത് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ചിലരത് അപ്പം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും, ചിലരാണെങ്കിൽ കുറച്ച് ദിവസം ടൈം എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യും, ചിലരത് കേട്ടിട്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടും അതൊന്നും ചെയ്യാതിരിക്കും. എന്നാൽ ഡേവിഡ് ഈ ഒരു കാര്യത്തിൽ എല്ലാവരെയും സംബന്ധിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളിൽ എത്ര പേര് ഡേവിഡിന്റെ ആ ഒരു ലെവലിലേക്കൊക്കെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? നിങ്ങൾ ലാസ്റ്റ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ജോലി ഏതാണ്? ഇപ്പം മിക്കവാറും ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുറേ കാര്യങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, എല്ലാം തുടങ്ങി പകുതി വഴിയിൽ നിർത്തി, അല്ലെങ്കിൽ മടി കാരണം ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്തു, ഈ രീതിയിലുള്ളതൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ലേസിനെസ്സിന്റെ ട്രാപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര തന്നെ ആ ഒരു ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്കത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടും, നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലേസിനെസ്സിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര മടുപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്, മടി ഫീൽ ചെയ്യുന്നതിനുള്ള റീസൺ എന്താണ്? നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ലേസി ആയിരിക്കുന്നത് എന്ന്.
നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്ത് നിങ്ങൾ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ അതല്ലാതെ നോർമലി വിചാരിക്കുന്ന സമയത്തോ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നത്? ഇതിൽ ഒരൊറ്റ വേർഡിലൊരു ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് ഫുൾ ഫോക്കസിൽ ചെയ്യാൻ സാധിക്കും. അതായത് മറ്റുള്ളവരെക്കാളും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ മറ്റുള്ള വ്യക്തികളെ സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയിൽ ഒരുപക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. സോ ഇങ്ങനെയുള്ള ജോലി നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ അതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുക? സോ ഇങ്ങനെയുള്ള ഈ ലേസിനെസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കണം. നിങ്ങൾ തന്നെ സ്വയം ചൂസ് ചെയ്യുന്ന മേഖലയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തി അത് സ്വയം ധൈര്യത്തോടു കൂടി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഫിയർ അഥവാ ഭയം. നമ്മളുടെ സമൂഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും എക്സാമിനൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുക. നല്ലപോലെ മാർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിലും അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ നല്ല റെസ്പെക്റ്റോട് കൂടി നോക്കും. ബിസിനസ് നല്ല രീതിയിൽ റണ്ണായി കഴിഞ്ഞാൽ അവരെയും സമൂഹം നല്ല രീതിയിൽ അംഗീകരിക്കും. എന്നാൽ അതേ സമയത്ത് ബിസിനസ് നല്ലപോലെ നടന്നില്ലെങ്കിലോ, പൈസ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെയൊക്കെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്ലെയർ നല്ലപോലെ കളിച്ച് നല്ല രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അയാളെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു കളിയിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ചെയ്തു, ആ വ്യക്തിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളെ കംപ്ലീറ്റ് ആയിട്ട് ഇയാൾക്ക് സ്കില്ലില്ല, കളിക്കാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇയാളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. സോ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ് പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ, തോൽക്കുന്നത് അത്രയും വലിയൊരു തെറ്റാണ്, തോറ്റു കഴിഞ്ഞാൽ ഞാനൊരു ലൂസറായി, എന്നെക്കൊണ്ട് പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഫെയിൽ ആവുന്നതിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരിക്കും ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് ഇത് ഫെയിൽ ആയാലോ എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഒരു ഭയം ഉണ്ടാകും. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്? ഈ ഒരു ഭയത്തിന് നമ്മളുടെ ഫെയിലിയറിന്റെയും സക്സസിന്റെയും നടുവിൽ എത്രത്തോളം റോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭയം ശരിക്കും രണ്ട് രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഒന്ന് ഫിസിക്കലിയും ഒന്ന് മെന്റലിയും. ഇതിൽ ഫിസിക്കൽ ഫിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് അത് റോങ് ഡിസിഷൻ ആയി പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ഒരു ഭയമാണ്. എന്നാൽ മെന്റലി ഉള്ള ഒരു ഫിയർ എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് കൺഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ഭയം നമ്മളിൽ ഉണ്ടാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ പോക്കറ്റിൽ ഒരു 20,000 രൂപയുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് 2 കള്ളന്മാർ വരികയാണ്. അപ്പോൾ ഈ കള്ളന്മാരെ കാണുമ്പോൾ നിങ്ങൾക്കുള്ളിലൊരു ഭയം ഉണ്ടാകും. നിങ്ങൾ തിരിച്ച് ഓടുന്നുണ്ടാവും. കാരണം ഈ കള്ളന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പൈസ മുഴുവൻ പോകും. ആ ഒരു ഭയത്തിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നുണ്ടാവും. ശരിക്കും ഈ ഒരു ഭയം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കള്ളന്മാരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കള്ളന്മാർ വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടാനോ ഒന്നും തോന്നുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ ഭയപ്പെടാതെ നമ്മൾ ഓടി രക്ഷപ്പെടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് നിന്ന് ആ പൈസയും മോഷ്ടിച്ചുകൊണ്ട് പോകും. കാരണം ഇവിടെ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് അറിയാം കള്ളന്മാരുടെ കയ്യിൽ കിട്ടിയ പൈസ പോകുമെന്ന്. അവിടെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇതല്ലാതെ നിങ്ങളുടെ അടുത്ത് പൈസയുമായിട്ട് നിങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും വരുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ നിങ്ങൾ എന്നിട്ടും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരുമോ, എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭയം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു മെന്റൽ ലെവലിൽ മാത്രമുള്ളൊരു ഭയമാണ്. എന്നാൽ മിക്കവരുടെയും 90% ഭയവും ഈ രീതിയിലാണ്. ഞാൻ ചെറിയ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഈ സൊസൈറ്റി എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, വീട്ടിലൊക്കെ എന്നെ കുറേ പൈസയൊക്കെ മുടക്കി പഠിക്കാനൊക്കെ വിട്ടിരുന്നു, എന്നാൽ ഞാനിപ്പോൾ ഈ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമായിരിക്കും, റിലേറ്റീവ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജിക്കൽ തോട്ട്സ് നമ്മളുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു സ്റ്റെപ്പും മുന്നോട്ട് എടുക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യം കാരണമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്തത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അതായത് ഫിസിക്കലായിട്ടുള്ള ഭയമാണോ അതോ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഭയമാണോ എന്നുള്ളത് ചിന്തിക്കുക.
നിങ്ങൾക്കിപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഭയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക, അതിനെക്കുറിച്ച് ഒരുപാട് നോളജ് ഗെയിൻ ചെയ്യുക, കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എന്നാൽ നിങ്ങളുടെ ഭയം മെൻ്റൽ ലെവലിലാണെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു കാരണത്തെ വെച്ചിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ശരിക്കും നിങ്ങൾ ഇതൊക്കെ കടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഒരിടയ്ക്ക് ഭയം എന്ന് വിചാരിച്ച കാര്യമൊന്നും ശരിക്കും ഒരു ഭയമേ ആയിരുന്നില്ല എന്ന്. നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഫിയർ ഓഫ് സാക്രിഫൈസ്. അതായത് സാക്രിഫൈസിനെ പേടിച്ചിട്ട് അതിൽ നിന്നെല്ലാം മാറിപ്പോകുന്നത്. ശരിക്കും നമ്മൾ ഈ ആരാധനാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന്. ജീവിതം മുഴുവൻ നല്ല ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളുടെ ഹെൽത്ത് ഒരിക്കലും ഡൗൺ ആവരുത്, ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ കൂടെയുള്ള വ്യക്തികൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ ഇതൊക്കെ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഇതുവരെ ആരുടെയും ജീവിതം കംപ്ലീറ്റ്ലി സന്തോഷത്തിലായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത്. വിഷമങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ചലഞ്ചസ് ഫേസ് ചെയ്യാതെ ജീവിത വിജയത്തിലേക്ക് എത്തിയ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും റിയാലിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ ഇതാണ് ശരിക്കും റിയാലിറ്റി. ഒന്നെങ്കിൽ സാക്രിഫൈസ് അല്ലെങ്കിൽ കംഫർട്ട് സോൺ. ഈ രണ്ട് ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കംഫർട്ട് സോൺ ആയിരിക്കും. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്ര സമയം മൊബൈൽ ഫോൺ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നല്ല ജോളി ആയിരിക്കില്ലേ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ ഔട്ടിങ്ങിനൊക്കെ പോയി ഫാമിലിയുടെ കൂടെയൊക്കെ ചില്ല് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പടപടയുന്നു, നമ്മളുടെ അടുത്ത് പൈസ ചിലവാക്കാനുണ്ട്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മേടിക്കുന്നു, ഇഷ്ടം പോലെ ഷോപ്പിങ്ങിന് പോകുന്നു. ഇതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിയാലിറ്റിയിൽ ഇതെല്ലാം ടെമ്പററി ഹാപ്പിനെസ് മാത്രമാണ്. എന്നാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുമ്പോഴും ഒക്കെയാണ് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടാവുക. ഇന്നിപ്പോൾ വിജയിച്ച് മുന്നോട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളെ ഒരുപാടധികം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അത്രയും വലിയ സക്സസ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതത്തെ ഭയങ്കര ഹെവി ആക്കണം എന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നമ്മളുടെ ജീവിതമൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ ജീവിതത്തിൻ്റെ ആ ഒരു കിക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുമ്പോൾ ആയിരിക്കണം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരുപാട് ബില്ലടയ്ക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യുക, നിങ്ങൾ ക്ലബ്ബിൽ പോവുക, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. സോ നിങ്ങൾ ഇനി മുതലാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് പ്രോബ്ലമേ വേണ്ട എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള മനക്കരുത്ത് നൽകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. സോ നമ്മളുടെ ജീവിതത്തിൽ എത്ര തന്നെ ഫെയിലിയർ, സാക്രിഫൈസസ്, പെയിൻ ഒക്കെ വന്നാലും അതിനെ കണ്ടിട്ട് ഭയപ്പെട്ട് ഓടുകയല്ല വേണ്ടത്, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. സോ ഇത്രയുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ളൊരു പാതയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ്. സോ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളുടെ മേലെ ഒരു കൺട്രോൾ എടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലെ ഒരുപാടധികം സക്സസും ഫിനാൻസും ഒക്കെ റിലേറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.